ആ കാക്കക്കുട്ടീനെ ബോസ് പിടിച്ച് ഫുള്ള് തിന്നു. തുവരൊഴികെ ബാക്കിയൊക്കെ ആൾ തിന്ന്. നമ്മൾ കാക്കക്കുട്ടിൻ്റെ അടുത്ത് കൂടെ കണ്ട് പോകുമ്പോഴേക്കിന് കാക്കയ്ക്ക് ഭയങ്കര പേടി. അപ്പോൾ നായ കുട്ടീനെ പിടിച്ച് തിന്നപ്പോൾ ഇപ്പോൾ കാക്കയ്ക്ക് ഒന്നും ചെയ്യാനില്ല. വെറുതെ അവിടെ പോയിട്ട് ഇങ്ങനെ കരയാന്നല്ലാതെ. ഞാനൊന്ന് കാക്കക്കുട്ടീൻ്റെ അടുത്ത് കൂടെ പോയപ്പോൾ ഇവിടെ എന്തായിരുന്നു, ഇപ്പം മിണ്ടാതെ ഇരിക്കണം. അല്ലെങ്കിൽ ലേശം കരയും, അല്ലാതെ കൊത്തലും പരിപാടിയൊന്നുമില്ല. നായാണെങ്കിൽ ഒരു കൂസലില്ലാതെ അടിപൊളിയിൽ നല്ല ചില്ലായി നിന്നിട്ട് ഫുള്ള് തിന്നു. നായല്ല, പട്ടി. ഓ, തുവലൊഴികെ ബാക്കി എല്ലാ സാധനം തിന്നാള്, ഒന്നും ബാക്കി വെച്ചിട്ടില്ല. തിരഞ്ഞു നോക്കുകയാണ് എന്തെങ്കിലും മിസ്സായതുണ്ടോയെന്ന്. തിന്നാൻ വിട്ടുപോയത് ഒരു കഷ്ണം കിട്ടിയിരിക്കണം, അതിപ്പോൾ തിന്നോള്. അതും കൂടി തിന്ന് തീർത്താ ഫിനിഷ്. പാവം നായ്ക്കും വിശക്കുണ്ടാവും. അതിൻ്റെ ഭാഗത്തൊന്നും കൂടെ നമ്മൾ ചിന്തിക്കണം. കാക്കപ്പോൾ പല പ്രാണികളെയും പിടിച്ച് തിന്നലില്ലേ. കാക്ക എന്തിൻ്റെയൊക്കെ കുട്ടികളെ തിന്നലുണ്ട്, അതേപോലെ കാക്കൻ്റെ കുട്ടീനെ നായും തിന്ന്. അത്രേ ഉള്ളൂ. അതല്ല, അങ്ങനെ ചിന്തിക്കാൻ നല്ലത്. ഈ പറന്ന് കളിക്കുന്ന കാക്കയ്ക്ക് തോന്നണേ ഈ കാക്കക്കുട്ടിൻ്റെ തള്ളക്കാക്കയാവും. കാരണം ബാക്കിയുള്ള ടീമൊക്കെ ഇപ്പോൾ ഏകദേശം പോയി. പക്ഷെ ഈ ഒരു കാക്കതാ ഇവിടെ, ഈ ഒരു കാക്കയ്ക്ക് മാത്രമാണ് ഭയങ്കര വിഷമമുള്ളത്. അവയ്ക്ക് തോന്നുന്നത് ഇതിൻ്റെ കുട്ടിയാവും ചിലപ്പോൾ. ആ കാക്കയാണ് ഇപ്പോൾ ഇത് ഈ നായൻ്റെ അടുത്ത് കൂടെ ഇടയ്ക്കൊന്ന് പറന്നൊക്കെ നോക്കണത്. കാര്യമില്ല, എന്നാലും ഒരു തരി പോലും ഇറച്ചിയാൾ വിടില്ല. ടൈമത്തെ ഒരു കൈ കൊണ്ട് ചവിട്ടി പിടിച്ചിട്ട് പരമാവധി ചെയ്യുമെന്ന് വലിച്ചിട്ടിട്ടുണ്ട്. പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാം വൃത്തിയായിട്ട് കഴിച്ച് തൂവല് മാത്രം ബാക്കിയാക്കി ആൾ പോയിട്ടാണ്. ഓ, വയറ് നിറഞ്ഞോണ്ടായിരിക്കും. എനർജി കിട്ടിപ്പോയി. കാക്കർച്ചയല്ലേ തിന്നിക്കണത്, ആള് ചാർജായി. ഓ, കാക്കയ്ക്ക് ഇനി കുറച്ച് നേരം കൂടെ അവിടെ ഇരുന്ന് കരയാന്നല്ലാതെ വേറൊന്നും ചെയ്യാനില്ല. വേഗം പോയിട്ട് അടുത്ത പരിപാടിയാക്കി മുട്ടട്ട് പുതിയ കുട്ടിയെ ഉണ്ടാക്കാൻ നോക്കും. വേറെ ഇപ്പം ഒന്നും ചെയ്യാനില്ല. അപ്പോൾ കാക്കേൻ്റെ പരിപാടി തീർന്നു.